അസ്സലാമു അലൈക്കും. എല്ലാ കൂട്ടുകാർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ്. അൽഹംദുലില്ലാ നമ്മളൊക്കെ സുഖമായിട്ടിരിക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എന്നത്തെയും പോലെ തന്നെ നമ്മൾ കാറ്ററിങ്ങിൻ്റെ വീഡിയോസൊക്കെ അടങ്ങിയൊരു കുഞ്ഞ് വ്ളോഗാണ് കേട്ടോ നമ്മളിന്ന് ചെയ്യണത്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ടൊന്ന് കാണാൻ ശ്രദ്ധിക്കട്ടോ. പിന്നെ ആദ്യമായിട്ട് കാണുന്ന നമ്മളെ ഏതെങ്കിലും മാണിക്കക്കല്യാളുണ്ടെങ്കിൽ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കണ്ട് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നല്ല കോട മഞ്ഞാണ് കേട്ടോ. നമ്മളവിടെ 2 ദിവസം നല്ല മഴയേനും, ജൂൺ ജൂലൈത്തെ പോലേനും പിന്നെ ഡിസംബർ ആണെന്നുള്ളൊരു തോന്നലില്ലേനും കേട്ടോ. രാവിലെയൊക്കെ നല്ല മഴയേനും. ഇവിടെ നല്ല എല്ലായിടത്തും മഴ തന്നെയാണ്. പക്ഷേ ഇപ്പോൾ ഇന്നാകുമ്പോൾ നല്ല പിന്നെ കോടമഞ്ഞാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് ആദ്യം തന്നെ ഒന്ന് വീഡിയോ എടുത്തതായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ വീഡിയോൻ്റെ മുന്നിൽ വെച്ചതേനും ഒരു 6:15 ആയപ്പോൾ ടൈമിലുള്ള സമയത്താണ് കേട്ടോ. ഞാൻ മുറ്റത്തൊക്കെ ഇങ്ങനെ ഇറങ്ങിയപ്പോൾ ഞാനിങ്ങനെ ഒന്ന് പിന്നെ നല്ല കോടമഞ്ഞാണ്ടപ്പോൾ ഒന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഞാൻ നമ്മളെ ഫസ്റ്റ് നീച്ചിട്ട് നമ്മളെന്നും ചെയ്യണ പോലെ തന്നെ പൊരിച്ച പത്തിരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെള്ളം വെച്ചിരിക്കണ്. അതിലേക്ക് നമ്മൾ ഉള്ളിയൊക്കെ തൊലിച്ചെടുക്കുന്നുണ്ട്, ചെറിയുള്ളി തൊലിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പൊക്കെ ഇട്ടിക്കണ്. പിന്നെ എന്താ വെള്ളം തിളച്ചപ്പോൾ പൊടി ഇടുന്നുണ്ട് കേട്ടോ. പിന്നെ അപ്പുറത്ത് ഞാനൊരു ചെറിയ പാത്രത്തിൽ പിന്നെ നമ്മളെ വെല്ലം ശർക്കര ഉരുക്കാൻ വേണ്ടി വെച്ചിരിക്കണ്, കലത്തപ്പം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വെള്ളിയാഴ്ചത്തെ വ്ളോഗാണ് കേട്ടത്. നമുക്ക് വെള്ളിയാഴ്ച പിന്നെ വീഡിയോ ഇടാനൊന്നും പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ നമുക്ക് വെള്ളിയാഴ്ച ബിരിയാണീൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു കേട്ടോ. ബീഫ് ബിരിയാണീൻ്റെ ഓർഡറൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതേപോലെ പിന്നെ അപ്പോൾ പിന്നെ വീഡിയോ ഇടാനൊന്നും സമയമില്ലേനും, സ്കൂൾക്ക് കടിയൊക്കെ ആയപ്പോൾ. അപ്പോൾ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യാനതിനൊന്നും പിന്നെ നമുക്ക് വൈകുന്നേരം ആയാൽ പിന്നെ ഭയങ്കര ക്ഷീണവും കാര്യങ്ങളൊക്കെ കാരണം അപ്പോൾ വീഡിയോസൊന്നും ഇടാൻ പറ്റാത്തതുകൊണ്ടാണ് വെള്ളിയാഴ്ചത്തെ വീഡിയോ ഒന്നും ഇടുന്നത് കേട്ടോ. ഇപ്പോൾ മാഷാല്ലാ 2 ദിവസമായിട്ട് ബിരിയാണീൻ്റെ ഓർഡറുകൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ബീഫ് ബിരിയാണി ഒന്നും പിന്നെ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. വീഡിയോ എടുക്കുമ്പോൾ കുറേ സമയം പോകും കേട്ടോ. അപ്പം ഉച്ചക്ക് കൊടുക്കാനേനി. അപ്പോൾ അന്നത്തെ ദിവസം സ്കൂൾക്ക് കടി ഉണ്ടായിനി. അപ്പോൾ കഴിഞ്ഞിട്ട് തട്ടിപ്പടഞ്ഞ് ഉണ്ടാക്കിയതേനി. അപ്പോൾ ഇനി വീഡിയോ എടുത്തിട്ടില്ല. അതിന് മുന്നൊരു ദിവസം ചിക്കൻ ബിരിയാണിയും ഒക്കെ ഉണ്ടായിനി. പിന്നെ ഞാൻ ഇന്നത്തെ ദിവസം പിന്നെ ബിരിയാണീൻ്റെ ഓർഡർ ഉണ്ടായിനി. അതൊന്ന് വീഡിയോ എടുത്ത് വ്ളോഗാക്കി വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ഇൻഷാല്ലാ നാളത്തെ വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ ഞാൻ തേങ്ങയ്ക്കൊന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. നമ്മളെ എന്താ പറയുക പൊരിച്ച പത്തിരിക്ക് ഇടാൻ വേണ്ടിയിട്ട് കേട്ടോ, ചിരകി ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ കലത്തപ്പത്തേക്ക് തേങ്ങ ഒന്ന് പിന്നെ അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനുള്ള മാവൊക്കെ റെഡിയാക്കി വെച്ചിരിക്കണം, ശർക്കരപ്പാനിയൊക്കെ ഒഴിച്ച് റെഡിയാക്കിയിരിക്കണം. അപ്പം ഇനി ചെറിയുള്ളിയും തേങ്ങയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാനാണ്. അപ്പോൾ ഉള്ളി നമ്മൾ ആദ്യം തന്നെ അരിഞ്ഞ് വെച്ചിരിക്കണം. അപ്പോൾ പണ്ടത്തെ പോലെ നമുക്ക് ഡെയിലി വീഡിയോ ഇടാനൊന്നും കഴിയണില്ല കേട്ടോ. നമ്മൾ പിന്നെ സമയം കിട്ടുമ്പോഴൊക്കെ ഇടണം. മറ്റേത് ഞാൻ മെനക്കെട്ട് അതിനായിട്ട് നിന്നീന് കേട്ടോ. അപ്പോൾ കുറേ സമയം പോവുകയാണ്. പിന്നെ നമുക്ക് പിന്നെ പണിയൊക്കെ ഒരുങ്ങുമ്പോഴത്തേനും കുറേ സമയമാകണം കേട്ടോ. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ വല്ലാതെ വീഡിയോ നമുക്ക് ഇങ്ങോട്ട് മെനക്കെടലില്ല. വീഡിയോ എടുത്തെങ്ങാണ്ട് നമ്മളെ വീട്ടിലത്തെ പണി എടുക്കുമ്പോഴും വീഡിയോ എടുക്കാതെ എടുക്കുമ്പോൾ ഒരുപാട് സമയ വ്യത്യാസമുണ്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് എഡിറ്റ് ചെയ്ത് യൂട്യൂബിലെത്തുമ്പോഴത്തേന് ഒരു ദിവസത്തെ മെനക്കെടാണ് എല്ലാം പാടാകുമ്പോൾ. അപ്പോൾ പിന്നെ ഞാൻ കുറേയൊക്കെ ഉണ്ട് ചില ദിവസങ്ങളിൽ രാത്രി കിടക്കുമ്പോൾ നാളെ ചെയ്യാം, ഓർഡറും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നാളെ വീഡിയോ വ്ളോഗ് ചെയ്യാമെന്നൊക്കെ കരുതും. പിറ്റേ രാവിലെ ആ ഉറക്കത്തിലാണ്ട് എണീറ്റ് വരുമ്പോൾ 3 മണിക്കൊക്കെ എണീറ്റ് വരുമ്പോൾ പിന്നെ ഒന്നും വേണ്ട, അല്ലെങ്കിൽ നാളെ എടുക്കാം, അങ്ങനെ ഒരു ഇതാണ് കേട്ടോ. പിന്നെ കുറച്ചുകൂടെ കഴിഞ്ഞ് പണിയൊക്കെ തുടങ്ങി അടുക്കള ആകെ ഇങ്ങോട്ട് നിരന്നിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ പിന്നെ വീഡിയോ എടുക്കാനൊരു മൂടുണ്ടാവില്ല. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഞാൻ ചട്ടിയൊക്കെ ഒന്ന് കഴുകിയെടുക്കണം കേട്ടോ. നമുക്ക് തീയൊക്കെ മൂട്ടിയിട്ട് വെച്ചെടുക്കാൻ വേണ്ടി തീ ഞാനൊന്ന് പിന്നെ മൂട്ടി വെച്ചിക്കണേ. അപ്പോൾ ചെറുതായിട്ട് കത്തണുണ്ട്. അപ്പോൾ അതിന് ചട്ടി ഒന്ന് കഴുകിങ്ങാണ്ട് പിന്നെ അടുപ്പത്ത് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ വിറകൊക്കെ വൈകുന്നേരം തന്നെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ പിന്നെ വൈകുന്നേരം കൊടുന്ന് വെച്ചിട്ടില്ലെങ്കിൽ ഹൈ സ്പീഡ് അടുപ്പമൊക്കെയാണ് പോകും കേട്ടോ വേഗം. പിന്നെ വിറക് ആ സമയത്ത് വിറകെടുക്കാനൊന്നും പുറത്തേക്കൊന്നും ഇറങ്ങില്ല. അപ്പം അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ വിറകൊക്കെ കൊടുന്ന് സെറ്റാക്കി വെച്ചിനി. അപ്പോൾ ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ച് നമ്മൾ പൊരിച്ച പൂവടയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ പൊരിച്ച പത്തിരി പൊരിച്ച പൂവടയൊക്കെയാണ് നമ്മൾ ഫസ്റ്റായിട്ട് ഉണ്ടാക്കുക. അപ്പോൾ അതിനുള്ളതാണ്. പിന്നെ ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. അതുകൊണ്ട് വെച്ചതിന് ശേഷം നമ്മൾ ആ സ്റ്റാൻഡിൽ നിന്ന് ഇങ്ങനെയാണ് സ്റ്റാൻഡ് വാങ്ങാൻ പിന്നെ മെനക്കെട്ടിട്ടില്ല. അപ്പോൾ
അതിങ്ങനെ ചാടും. അപ്പോൾ ഞാനിങ്ങനെ ജസ്റ്റ് നമ്മൾ അവിടെ തിണ്ടിലൊന്നും ഇങ്ങനെ ചാരി വെച്ചതാണ് കേട്ടോ ഫോണ്. അപ്പോൾ ഞാനിപ്പോൾ പൂവട ഉണ്ടാക്കിയതിന്. അപ്പോൾ അത് എണ്ണയിൽ ഇട്ടുപാണ്ട് പൊരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ മാഷാ അല്ലാ പിന്നെ പൊരിച്ച പൂവട ഭയങ്കര ടേസ്റ്റാണ് പറഞ്ഞാണ്ട്. അപ്പോൾ ഇപ്പോൾ പൊരിച്ച പൂവടയാണ് കേട്ടോ. നമ്മളെ പൊരിച്ച പത്തിരിൻ്റെ ആ സീസണ് കുറച്ച് കുറഞ്ഞിരിക്കണം കേട്ടോ. അപ്പോൾ പുതിയ കടി ഉണ്ടാക്കിയപ്പോൾ ഇപ്പോൾ അധികം പൊരിച്ച പൂവടയാണ് കേട്ടോ പോണത്. അപ്പോൾ നമ്മളൊരു പിന്നെ സബ്സ്ക്രൈബർ പറഞ്ഞു തന്നൊരു ഐഡിയ ആണ് കേട്ടോ എനിക്കത്, ആ പൂവട തന്നെ പൊരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ ഞാൻ രാവിലെ നമുക്ക് കടി ഉണ്ടാക്കിയിരിക്കണത് മക്കൾക്ക് ഉണ്ടാക്കിയത് റവയാണ് കേട്ടോ. അപ്പോൾ ഈസി ആയിട്ട് ടേസ്റ്റില്ല റവ ഉപ്പുമാവ് ചൂടോടെ കഴിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഞങ്ങൾക്ക് കാണിച്ചു തരാം. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കട്ടോ. അപ്പോൾ ആദ്യം ഞാനതൊന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനതിലേക്ക് തുള്ളി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വറുത്തതിന് ശേഷം ഞാനതൊരു പാത്രത്തേക്ക് മാറ്റി പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് കടുക് ഇട്ടുക്കണം കേട്ടോ. കടുക് പൊട്ടി തുടങ്ങിയപ്പോൾ അതാ 2 മണി ഉലുവ കേട്ടോ. ആ ഉലുവേൻ്റെ ടേസ്റ്റ് നമ്മൾ ഉപ്പുമാവിന് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. കുറേ ഒന്നും ഇടണ്ട, ഒരു കുറച്ചൊരു 2 മണി ഉലുവ ഇട്ടെടുത്താൽ മതി. അത് കഴിഞ്ഞിട്ട് 2 കറിവേപ്പിലയും പിന്നെ കടുക് പൊട്ടിയപ്പോൾ അതിൽ ഇതിലേക്കാണ് പോയതാട്ടോ നമ്മളെ ക്യാമറ. പിന്നെ അതാ സവാള, ക്യാരറ്റ്, ബീൻസ് കേട്ടോ. പിന്നെ അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചിട്ട് പിന്നെ കുഞ്ഞ് കഷ്ണം ഇഞ്ചി ഇങ്ങനെ ചെറുതാക്കി കട്ട് ചെയ്തതും ഒരു 2 വറ്റൽമുളകും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ആ എണ്ണയിലാണ്ട് ഒന്നിങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ വെറും കടുക് പൊട്ടിച്ച് കറിവേപ്പിലയും പച്ചമുളകും ഇട്ടുകൊണ്ട് അങ്ങനെ വെള്ളം ഒഴിച്ചുകൊണ്ട് അങ്ങനെ ഉണ്ടാക്കുക. ഇങ്ങനെ വെജിറ്റബിൾസൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് ഇതൊക്കെ ചേർത്തുകൊണ്ട് കാണാനൊരു കളർഫുൾ ആക്കാരം ഇങ്ങനെ ഉണ്ടാക്കുക കേട്ടോ. അപ്പോൾ ബീൻസൊന്നും എപ്പോഴും കയ്യിലുണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ ഇങ്ങനെയാണ് ചെയ്യട്ടോ, നമ്മൾ നൂഡിൽസൊക്കെ ഉണ്ടാക്കുന്ന പോലെ. അപ്പോൾ അതൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് വന്നതിന് ശേഷം അതിൽ കുറച്ച് വെള്ളം ഒഴിക്കുക. പിന്നെ സാധാ നമ്മളെ ഉപ്പുമാവ് ചെയ്യുമ്പോൾ തന്നെ അപ്പോൾ ഒരു കളർ വ്യത്യാസത്തിന് വേണ്ടി ഒരു കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ. പിന്നെ പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ റവ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ നമ്മൾ ഇത് ആ ഉലുവ 2 മണി എല്ലാവരും ഒന്നും ഉലുവ ഇടൂല, ഒരുവിധ ആൾക്കാരൊക്കെ ഇടണുണ്ടാവും തോന്നുന്നു. അപ്പോൾ പിന്നെ ആ ഉലുവേൻ്റെ ഒരു ടേസ്റ്റ് ഇത് പ്രത്യേക ടേസ്റ്റാണ് നമ്മൾ ഉപ്പുമാവിൽ. പിന്നെ ചിലവർക്കൊക്കെ ഉപ്പുമാവ് നല്ല പിന്നെ ഡ്രൈ ആയിട്ടില്ലാതേക്കാരും ആവശ്യം ഉണ്ടാവുക, ചിലവർക്ക് എന്നാൽ വെള്ളമായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടില്ലാതേക്കാരും ആവശ്യം ഉണ്ടാവും അല്ലേ. അപ്പോൾ അതൊക്കെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് വെള്ളം കൂട്ടിയും കുറച്ചൊക്കെ വെക്കാം. അപ്പോൾ നമ്മളത് പിന്നെ നമ്മൾ ഇന്ന് ഉണ്ടാക്കിയത് നല്ല ഡ്രൈ അല്ല, എന്നാൽ നല്ല ലൂസല്ല, ഒരു പാകത്തെ ഇതിലുള്ളൊരു ഉപ്പുമാവാണ് കേട്ടോ. അപ്പോൾ കുറച്ച് സമയം ഇങ്ങനെ മിക്സ് ചെയ്ത് കട്ടയ്ക്ക് ഉടച്ച് നമ്മൾ വറുത്തതുകൊണ്ട് വല്ലാതെ കട്ട പിടിക്കൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഒന്നിങ്ങോട്ട് ഡ്രൈ ആകുമ്പോൾ അതൊക്കെ പൊടിയായി വരും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ ഉപ്പുമാവ് കേട്ടോ. ഇതാ ഈ പരുവത്തിലാണ് കേട്ടോ ലാസ്റ്റ്. അപ്പോൾ ഉപ്പുമാവ് റെഡി ആക്കണം. പിന്നെ ഞാൻ ബീഫ് വെച്ചിന് കേട്ടോ. അന്നത്തെ ദിവസം ബീഫ് കറി ഉപ്പുമാവൊക്കെ മക്കൾ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കറി ഇല്ലാതെ ഇങ്ങനെ കഴിക്കട്ടോ. ഞാൻ കറി ഇല്ലാതെ ചൂട് കൊടുക്കാൻ ഇങ്ങനെ കഴിച്ചിട്ടേനി. പിന്നെ ഇതാ എന്താ പൂവട ഉണ്ടാക്കി കേട്ടോ. അപ്പോൾ ആ പൂവട ഫസ്റ്റ് നമ്മൾ പൊരിച്ച പൂവട ഉണ്ടാക്കുക. അതൊക്കെ കഴിഞ്ഞ് കുട്ടികൾക്ക് സ്കൂൾക്കും പിന്നെ എല്ലാം ചോറും കൂട്ടാനും അതേപോലെ പിന്നെ മദ്രസക്കും വന്ന് ചായയും കടിയൊക്കെ ഉണ്ടാക്കിയതിന് ശേഷമാണ് പിന്നെ പൂവട ലാസ്റ്റ് നിങ്ങളോട് എന്നും പറയുന്ന പോലെ ലാസ്റ്റാണ് നമ്മൾ പൂവട ഉണ്ടാക്കൽ. അപ്പോൾ ഒരു കോൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഫോൺ ചെയ്യണോണ്ട് പിന്നെ അത് ഇതാക്കണോണ്ട് തല ഒരു ഭാഗത്തേക്ക് ചെരിഞ്ഞ് നിൽക്കുന്നത് കേട്ടോ. പിന്നെ അതാ അപ്പോൾ സ്കൂൾക്കില്ല പൂവട പെട്ടെന്ന് സോന് മദ്രസ ഇട്ട് വരുമ്പോൾ തന്നെ റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആവിയിൽ വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ സോനു മദ്രസയിട്ടെന്ന് ഓന് സ്കൂളിൽ പോകുമ്പോൾ നമ്മളെ പൂവട കൊടുത്തേക്കാനാണ്. അതൊക്കെ റെഡിയായി കൊടുത്തയച്ചതിന് ശേഷം എന്താ നമ്മൾ ബീഫ് അടുപ്പത്തിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല നാടൻ കുമ്പളങ്ങയാണ് ഇട്ടത്. നമ്മളെ നാടൻ കുമ്പളങ്ങയാണ്, നല്ല കയമ്പില്ല സൈസ് കുമ്പളങ്ങയാണ്. അപ്പോൾ അതൊന്ന് കട്ട് ചെയ്തെടുക്കട്ടോ. 2 കഷ്ണമാക്കി വെച്ചിന് ഞാൻ. പിന്നെ അതാ നല്ല മട്ടരി, പിന്നെ അതാ നമ്മളെ ബീഫൊക്കെ മൺചട്ടിയിൽ വേവിച്ചാൻ വെച്ചിരിക്കണം. അപ്പോൾ അതൊക്കെ നന്നായിട്ട് വെന്ത് വരുന്നുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് തേങ്ങാച്ചോറ് വെക്കാനുള്ള ഒരുക്കാണ് കേട്ടോ. മക്കളെ പറഞ്ഞില്ല വെള്ളിയാഴ്ചത്തെ വീഡിയോ ആണ്. ചെറിയുള്ളിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടേനും. പിന്നെ ഈ കപ്പിനാണ് ഞാൻ വെള്ളം അരി അളന്നിട്ടുണ്ടേനും കേട്ടോ. അപ്പോൾ ആ കപ്പ് കൊണ്ട് അളന്ന് ഒഴിച്ചിരിക്കുകയാണ് കേട്ടോ വെള്ളം. അപ്പോൾ ഒരു 1/2 കപ്പ് ഞാൻ ഏറെ ഒഴിച്ചിട്ടോ എക്സ്ട്രാ. അപ്പോൾ ഇതാ അതിൽക്കൂടെ ഉലുവയും പാടെ ഇട്ടുങ്ങാണ്ട് കഴുകി എടുത്തിക്കണം കേട്ടോ. മട്ടേരിയിൽ ഉലുവ ഇട്ടുങ്ങാണ്ട് കഴുകി എടുത്തിക്കണം. പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ച ചെറിയുള്ളിയൊക്കെ ഇതിലേക്ക് ഇട്ടിക്കണം. പിന്നെ നമ്മൾ ചിരകി വെച്ച ഒരു തേങ്ങ മൊത്തത്തിൽ ചിരകി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു മീഡിയം തേങ്ങ
മൊത്തത്തിൽ ചിരവെടുത്തിട്ടുണ്ടേനി അതും കൂടി ഇട്ടിട്ട് മിക്സാക്കി കൊടുക്കുകയാണ് കേട്ടോ. കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സാക്കിയിട്ട് ഇത് ഇങ്ങനെ വെള്ളത്തിലിട്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മളെ ഉമ്മാരൊക്കെ ഇങ്ങനെ ചെയ്യലുണ്ട് കേട്ടോ. ഞാൻ അധികം അങ്ങനെ ഇടലാണ് എനിക്ക്. അപ്പോൾ ഒന്ന് ഇങ്ങനെയും ചെയ്യാമെന്ന് വിചാരിച്ചുകൊണ്ട് ഇങ്ങനെ ചെയ്തതാണ്. അപ്പോൾ ഉലുവയൊക്കെ അരി പിന്നെ കഴുകിയപ്പോൾ തന്നെ അതിലിട്ടുകൊണ്ടാണ് കഴുകിയെടുത്തിട്ടുണ്ടേനി. പിന്നെ സാധാ റേഷൻ അരിയായിട്ട് വെച്ചാലും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ മട്ടേരി ഉണ്ടായപ്പോൾ അങ്ങനെ വെച്ചു. അപ്പോൾ അതാ നമ്മളെ വെള്ളമൊക്കെ തിളച്ച് മറിയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ പാട്ടയ്ക്ക് 1 കപ്പ് അരി തികച്ചില്ലേനി. അപ്പോൾ 2 കപ്പ് വെള്ളം ഒഴിച്ചു, ഇരട്ടി വെള്ളം ഒഴിച്ചു. മട്ടേരി ആകുമ്പോൾ കുറച്ചും കൂടി വേഗം ഉണ്ടാവുമല്ലോ. പിന്നെ ഒരു 1/2 കപ്പ് വെസ്ട്രേ ഒഴിച്ചു കൊടുത്തേക്കണം കേട്ടോ. അപ്പോൾ നമ്മളിത് റൈസ് കുക്കർക്ക് ഇറക്കി വെക്കുകയാണ് കേട്ടോ. ഒന്ന് തിളച്ചതിന് ശേഷം എന്നാൽ പിന്നെ അടി പിടിക്കൊന്നുമില്ല, അതിൽ കടന്നിട്ട് അങ്ങനെ വെന്തിട്ട് കിട്ടും. അപ്പോൾ നമ്മളെ വെള്ളത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തീനി. എന്നിട്ട് പിന്നെ നമ്മൾ അരിയൊക്കെ ഇട്ട് കൊടുത്തേക്കണം കേട്ടോ. അരിയൊക്കെ ഇട്ടുകൊണ്ട് അടച്ച് വെച്ചിക്കണം വേകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളെ ബീഫ് വെന്തിക്കണമെന്ന് നോക്കുകയാണ്. അപ്പോൾ ബീഫിൽ നിന്ന് കുറച്ച് ബീഫാണ് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ കഴുകി കട്ട് ചെയ്ത് വെച്ച കുമ്പളങ്ങ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റില്ല നാടൻ കുമ്പളങ്ങയാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നമ്മളെ പിന്നെ ചോറൊന്ന് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ല കുറച്ച് സമയം തിളച്ച് മട്ടേരി ആയതുകൊണ്ട് ഞാനൊരു 10-20 മിനിറ്റിന് ഗ്യാസുമ്മ തന്നെ വെച്ച് തിളപ്പിച്ചതിന് ശേഷമാണ് റൈസ് കുക്കർക്ക് വെക്കുന്നത്. അല്ല നമ്മൾ റേഷൻ അരി ആണെങ്കിൽ തിളച്ച് ആ തള വന്നുകൊണ്ടൊന്നും ഇതാകുമ്പോൾ തന്നെ 2 മിനിറ്റ് കഴിഞ്ഞേക്ക് തന്നെ റൈസ് കുക്കർക്ക് എടുത്തേക്കലുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മളെ പണിയൊക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ അത് തുറന്ന് നോക്കുന്നത് കേട്ടോ. ഒരു 2 മണിക്കൂർ എന്തായാലും കഴിഞ്ഞിട്ടുണ്ടാവും കേട്ടോ. 2 മണിക്കൂർ 3 മണിക്കൂർ കഴിഞ്ഞാലൊന്നും കുഴപ്പമില്ല. നമ്മൾ രാത്രി ആയാലും ഇത് നല്ല ചൂട് തന്നെ കേട്ടോ. റൈസ് കുക്കറിൽ തന്നെ ഇങ്ങനെ അടച്ച് വെച്ചാൽ. അപ്പോൾ ആ മട്ടേരിയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ നമ്മളെ കുമ്പളങ്ങ ഇതൊക്കെ ഉണ്ടല്ലോ അതൊന്ന് പിന്നെ തൂമിച്ചെടുക്കുകയാണ് കേട്ടോ. കുമ്പളങ്ങയും ബീഫ് കറി തൂമിച്ചിട്ടെടുക്കുകയാണ്. അതിന് കുറച്ച് ചെറിയുള്ളി അരിഞ്ഞുകൊണ്ട് ചട്ടിയിലിട്ട് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതാ കറിയൊക്കെ സെറ്റായി വന്നിരിക്കണം. ഇനി ഇതൊന്ന് തൂമിച്ചൊഴിച്ചാൽ മതി. അപ്പോഴേക്ക് 2 കരിവേപ്പില ഇട്ടിട്ട് നമ്മൾ ഈ ചട്ടിയേക്കാണ്ട് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. നമ്മൾ 2 മല്ലിയില ഉണ്ടേനും അത് ഇട്ട് കൊടുത്തേനും കേട്ടോ ബീഫിക്ക്. പിന്നെ അതിന് കുറച്ച് പിന്നെ ബീഫവിടെ കോരി വെച്ചിട്ടുണ്ടേനും അത് ചട്ടിയിലിട്ടുകൊണ്ട് പച്ചമുളകും കറിവേപ്പില ഇട്ടുകൊണ്ട് ഒന്നിങ്ങോട്ട് ചൂടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഒന്നിങ്ങോട്ട് വലിയിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ വെള്ളിയാഴ്ച സ്പെഷ്യൽ തേങ്ങാച്ചോറും കുമ്പളങ്ങയും ബീഫും കറി, പിന്നെ ചെറുതായിട്ട് ബീഫ് ഒന്ന് വരട്ടിയതും പപ്പടമൊക്കെയാണ് കേട്ടോ നമ്മളെ വെള്ളിയാഴ്ചത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്കൊക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാതെ പോകരുത് കേട്ടോ. അപ്പോൾ എല്ലാവരും ലൈക്കൊക്കെ അടിക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ. പിന്നെ നിങ്ങളെ കമൻറ്റും പിന്നെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ അറിയിക്കും വേണം കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ പിന്നെ പുതിയൊരു വീഡിയോയുമായിട്ട് വരാം. അതിന് മുമ്പ് എല്ലാവർക്കും അസ്സലാമു അലൈക്കും.